ഇതിൻ്റെ പിറകിൽ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത് എന്നുള്ളതാണ്. വിഴിഞ്ഞത്തിൻ്റെ മുൻ CEO ഡോക്ടർ ജയകുമാർ സാറുണ്ട്. സാറേ, എങ്ങനെയുണ്ട്? ഇതൊക്കെ കാണുമ്പോൾ എന്താ സന്തോഷമാണ്? അയ്യോ, ഭയങ്കര സന്തോഷവും അഭിമാനവുമാണ്. ദീർഘകാലം സാർ എത്ര വർഷം CEO ആയിരുന്നു വിഴിഞ്ഞം വിസിലിൻ്റെ? ഞാൻ ആദ്യത്തെ CEO ആയിരുന്നു. 2004 കമ്പനി തുടങ്ങിയ 4 മുതലുള്ള CEO ആണ്. 2004 എന്ന് പറയുമ്പോൾ അപ്പോഴും കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല. അതിന് മുമ്പ് ഉള്ള വിസിൽ എന്ന പേരിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുമ്പോൾ മുതലുള്ള CEO ആണ്. ഈ അടുത്ത കാലത്താണ് ഒഴിഞ്ഞത്. ഇതിൻ്റെ ഒരു നാൾ വഴി എങ്ങനെയായിരുന്നു സാർ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം? അയ്യോ, നമ്മൾ ആദ്യത്തെ റൈറ്റ് ഫ്രം ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ മുതൽ ഇൻവോൾവ് ആയിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടെൻഡർ ചെയ്തു. അപ്പോഴാണ് ഒരു ചൈനീസ് കൺസോർഷ്യം വന്നിട്ട് നമുക്ക് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് കൊടുക്കാൻ പറ്റാതെ വന്നത്. ബട്ട് തളർന്നിട്ടില്ല. പലപ്പോഴും പ്രതിസന്ധികളുണ്ടായി. അപ്പോഴൊക്കെ ഇത് പൂർത്തീകരിക്കാനാകും എന്നതിന് പിന്നിലുള്ളവർക്ക് ആത്മവിശ്വാസം ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇന്ന് കാണുന്ന ഈ ഒരു മഹത്തായ സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് വളരെ അഭിമാനപൂർവ്വമുള്ള കാര്യമാണ്. ഇത് ട്രിവാൻഡ്രത്തിൻ്റെ വേർഷൻ 2 എന്ന് പറയാം. ട്രിവാൻഡ്രത്തിൻ്റെ ഗെയിം ചേഞ്ചർ ആവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ പ്ലെയർ ആവുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗൗതം അദാനി വിഴിഞ്ഞത്തെക്കുറിച്ച് അഭിസംബോധന ചെയ്തത്. അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിൻ്റെ കീ പ്ലെയർ ആവാൻ വിഴിഞ്ഞം പോകും. തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തോടുകൂടി ഇന്ത്യയുടെ ഗ്ലോബൽ മാരിടൈം മാപ്പിൽ നമ്മുടെ ഇടം പിടിക്കാൻ പോവുകയാണ്. ഒരു ടോപ്പ് നോച്ച് പൊസിഷനാണ് നമുക്ക് കൈവരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നമുക്ക് പുരോഗമിക്കാൻ സാധിക്കും. ഈ ഒരു കേരളം വൈകാതെ ദുബായ് ആകും. ദുബായ് ആയില്ലെങ്കിലും അതിനെക്കാട്ടി ബെറ്റർ ആവും. വലിയ മെച്ചമുണ്ടാകും. ഈ അനുബന്ധ പദ്ധതികളൊക്കെ പൂർത്തിയാകുന്ന മുറയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വികസനമാകും. നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിലൊക്കെ നൽകിയിരുന്നതാണ്. ദുബായ് ആയില്ലെങ്കിലും തിരുവനന്തപുരം വികസിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.